മഞ്ഞ വിസ്മയം, നമുക്കൊരു ഫ്ലവറിംഗ് ഉണ്ടാവുന്ന സമയത്ത് ഒരു മഞ്ഞ വിസ്മയം പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിലൊരു പ്ലാന്റ് വെക്കുക. കാരണം ഒരു സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പൂക്കാലം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ സമ്മർ സീസൺ ആണ്. സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നോക്കുക പൂക്കാലകളാണ് നമുക്ക്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ സമ്മർ സീസൺ ആണ്. സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നോക്കുക പൂക്കാലകളാണ് നമുക്ക്. പല പല പൂക്കൾ വിടരുന്നു. എല്ലാ പൂക്കളുടെ ഏകദേശം ഈ ഫ്ലവറിംഗ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമ്മർ സീസണിലാണ്. അതിൽ പ്രധാനപ്പെട്ട നമ്മളൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് ഈ കാറ്റ്സ് ക്ലൈ ക്രീപ്പർ. കാറ്റ്സ് ക്ലൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാറ്റ്സ് ക്ലൈ നമ്മൾ ഈ പേര് പറയാൻ കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കാറ്റ്സ് ക്ലൈയുടെ വള്ളിയിലെല്ലാം ഈ പൂച്ചയുടെയൊക്കെ ഒരു നഖമുണ്ടല്ലോ, അതുപോലെ ഒരിതുണ്ട്. ഇത് പറ്റിപ്പിടിച്ച് പോകുന്ന ഒരു ഇതാണ്. അതിനാണ് ഇതിന് കാറ്റ്സ് ക്ലൈ എന്ന് പറയാൻ കാരണം. ഇത് സീസണൽ ഫ്ലവർ ആണ്. സീസണിൽ മാത്രമേ ഇത് നിറയെ ഫ്ലവർ ഉണ്ടാവൂ. സീസണിൽ ഒരുപാട് നമുക്ക് ഇല കണ്ടുകൂടാതെ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാറ്റ്സ് ക്ലൈ എന്ന് പറഞ്ഞ പ്ലാന്റ്. കാറ്റ്സ് ക്ലൈയുടെ ഫ്ലവറിന് നമ്മളൊരു മഞ്ഞ വിസ്മയം, നമുക്കൊരു ഫ്ലവറിംഗ് ഉണ്ടാവുന്ന സമയത്ത് ഒരു മഞ്ഞ വിസ്മയം പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ രാവിലെയൊക്കെ ഈ വളർന്ന സമയത്ത് ഒരു മോർണിംഗ് ഒക്കെ എണീറ്റ് നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനുള്ള കുളിർമ വരുന്ന രീതിയിൽ നല്ലൊരു മഞ്ഞ വിസ്മയം നമുക്ക് കാണാൻ പറ്റും കാറ്റ്സ് ക്ലൈ ഫ്ലവറിനെ കുറിച്ച്. പിന്നെ നമ്മൾ ഇതിന്റെ നടുന്ന രീതി, ഒരു പ്ലാന്റ് നട്ടൊരു 3 വർഷത്തിനകം നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും. 1 വർഷം ആകുമ്പോൾ തന്നെ ഫ്ലവർ കിട്ടി തുടങ്ങും. പിന്നെ നമ്മൾ ഇതിന്റെ കട്ടിങ്സ് തന്നെയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ രീതി ഉപയോഗിക്കുന്നത്. കാറ്റ്സ് ക്ലൈ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞില്ല, കട്ടിങ്സ് വഴിയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഒരു 3 ആഴ്ച മുന്നേ വെച്ച കട്ടിങ്സ് ആണ്. അപ്പൊ നമുക്ക് ഫ്ലവർ വരുന്നതിന് തൊട്ട് മുന്നേ, ഇപ്പൊ സീസണലാണ് ഈ ഫ്ലവർ. അപ്പൊ ഇപ്പൊ ഇതിന്റെ സീസണാണ്. അപ്പൊ ഇത് ഞാൻ ഫ്ലവർ വന്ന് തൊട്ട് മുന്നേ വെച്ച കട്ടിങ്സ് ആണ്. ഇപ്പൊ നോക്കി അതിലിതാ നല്ല രീതിയിൽ ഈ ഒരു 3 കട്ടിങ്സാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നത്. ഇത് 3 നല്ല രീതിയിൽ വളർന്ന് ഫ്ലവർ വരെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയൊരു കട്ടിങ്സിൽ തന്നെ ഫ്ലവർ വരാൻ ചാൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു നട്ട് പടർന്ന് പന്തലിച്ച് ഒരു വർഷം, മാക്സിമം 1 വർഷത്തിനകത്ത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ കിട്ടി തുടങ്ങും. പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റ് നമുക്കിനി 3 ആഴ്ച, മാക്സിമം 3 ആഴ്ച കൊണ്ടാണ് ഇതിന് റൂട്ട് വരുന്നത്. ഇപ്പൊ കാണിച്ചുതരാം റൂട്ട് ആയിട്ടുള്ളത്. ഇത് എടുത്ത് കണ്ടോ, നല്ല രീതിയിൽ ഇത് നമ്മളിപ്പോ 3 കട്ടിങ്സ് ഓരോ പ്ലാന്റ് ആയിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് ഇതാണ് സാധിക്കും. കണ്ടോ റൂട്ട്, ഇതിന്റെ റൂട്ട് കണ്ടല്ലോ. നമുക്കൊരു 3 ആഴ്ച മാക്സിമം മതി, ഇത്രത്തോളം റൂട്ട് നമുക്കിതിന് കിട്ടും. ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഒരു കയറും കൂടെ എപ്പോഴും വെച്ചു കൊടുക്കണം പ്ലാന്റ് നടുമ്പോൾ. ഇല്ലെങ്കിൽ ഇതിന്റെ ടിപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര നൈസ് ടിപ്പാ. ഈ ടിപ്പ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഇതിനെ ഫസ്റ്റ് ഒരു കയറി വരുന്ന സമയം നമ്മൾ അതിനെ കെയർ ചെയ്യണം. പിന്നെ ഇതിന്റെ വളപ്രയോഗം. ഇനി കാറ്റ്സ് ക്ലൈയുടെ വളപ്രയോഗം നോക്കാം. വളപ്രയോഗം നമ്മൾ ഇപ്പൊ കാണിച്ചില്ലേ, ആ ഒരു പ്ലാന്റ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു 15 ദിവസം, മാക്സിമം 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ യൂറിയ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വളം ചെയ്താൽ മതി. ഒരു 2-3 മാസം കഴിയുമ്പോഴും ഒരു ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലവറിംഗ് സീസൺ ആകുമ്പോൾ നമ്മൾ ഫോസ്ഫറസ് കൂടി ഏതെങ്കിലും വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഫ്ലവർ ഒരുപാട് ഉണ്ടാവുള്ളൂ. 1 വർഷം കഴിയുമ്പോൾ പിന്നെ പ്ലാന്റ് ഏകദേശം നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വളപ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് അതിന്റെ റൂട്ട് അടിയിലോട്ട് പോയി വളമെല്ലാം ആയിക്കോളും. പിന്നെ അത് നമുക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ ഫ്ലവർ തന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു കാറ്റ്സ് ക്ലൈ എന്നുള്ള ഒരു പ്ലാന്റ് നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലൊരു പ്ലാന്റ് വെക്കുക. കാരണം ഒരു സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പൂക്കാലം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ ഒരു പ്ലാന്റ് വെച്ച് ഒന്നുകിൽ എല്ലാവരും വീടിന്റെ മതിലിലോ അല്ലെങ്കിൽ വീടിന്റെ പുറത്തായിട്ടോ ഇതിനെ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക.